എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മുത്തോണികളെ, നമ്മുടെ SLC പരീക്ഷയിൽ നമുക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ പ്രധാനമായും വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കുക എന്നത്, അല്ലേ? കഥാപാത്ര നിരൂപണം ചോദിക്കാതെ ഒരു മലയാളം പരീക്ഷയും കടന്നു പോയിട്ടുള്ളതാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുത. അപ്പോൾ ഈ ഒരു കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കാമെന്ന് പഠിക്കുകയാണ്. കൂടാതെ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതും നമ്മൾ കൃത്യമായി പഠിക്കും. സെറ്റലടാ? അപ്പോൾ ഏതൊക്കെ കഥാപാത്രങ്ങൾ ചോദിക്കും, ആ കഥാപാത്രങ്ങളുടെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ഞാൻ വേറൊരു ക്ലാസ് ആയിട്ട് ഇടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കാം, ഈ കഥാപാത്ര നിരൂപണത്തിൽ വരാൻ ചാൻസ് ഉള്ള 10ാം ക്ലാസ്സിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതും ഉൾക്കൊള്ളിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. നിങ്ങൾ സെറ്റലടാ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക? മക്കളെ, എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക? കഥാപാത്ര നിരൂപണം, അല്ലേ? കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മളൊരു വീട് കെട്ടാണ്. വീട് കെട്ടുമ്പോൾ ആദ്യം തന്നെ വാർക്കാണ് ചെയ്യുക. അല്ല, നമ്മൾ വീട് പണിയുമ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പോകാനില്ലേ? തറ കെട്ടണം, പിന്നെന്താണ് ചുമര് കെട്ടണം, അങ്ങനെ പൊന്തിച്ച് മനോഹരമായ വീടായി തീരില്ലേ? അതേപോലെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പഠിച്ചാലോ? സെറ്റല്ലേ? അപ്പോൾ ആദ്യം കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തലക്കെട്ട് വേണം. കാരണം തലക്കെട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ കഥാപാത്രത്തിൻ്റെ പേര് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിൽ ചോദ്യം വരികയാണ്, ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന കഥയിലെ ജോസ് എന്നൊരു കഥാപാത്രത്തിന് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്ന്. എന്താണ് മക്കളെ? ജോസ് എന്നൊരു കഥാപാത്രത്തിന് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ തലക്കെട്ട് എന്താ നമുക്ക് കൊടുക്കുക? ജോസ്, അല്ലേ? ജോസ് തലക്കെട്ട് കൊടുക്കും. എന്നിട്ട് ആ ജോസിൻ്റെ വേഷവിധാനം, സംസാരം, ആ രീതി, സന്ദേശം, പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിക്കും, കഥാപാത്ര നിരൂപണത്തിൽ ഉൾക്കൊള്ളിക്കും. അപ്പോൾ നമ്മൾ കഥാപാത്ര നിരൂപണം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ കഥാപാത്രത്തിൻ്റെ പേര് എഴുതുക. അതാണ് തലക്കെട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ് മക്കളെ? ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം, കഥയിലെ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം എഴുതണം. കഥയിലെ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം, കഥയിൽ ആ കഥാപാത്രത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഈ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യത്തിലാണ് ഏത് വരിക മക്കളെ? ഈ കഥാപാത്രത്തിൻ്റെ വേഷം വരും, പിന്നെയോ സംസാരം വരും, പിന്നെന്തൊക്കെ വരും മക്കളെ? രീതികൾ വരും. കഥാപാത്രത്തിന് എന്ത് രീതിയാണ്? നല്ല കഥാപാത്രമാണോ മോശം കഥാപാത്രമാണോ? നമുക്ക് മാതൃക തരുന്നുണ്ടോ, അല്ലേ? കഥാപാത്രത്തിൻ്റെ സന്ദേശം വരും. പിന്നെന്താണ്? ആ കഥാപാത്രം ഉൾക്കൊള്ളിക്കുന്ന പ്രാധാന്യം എന്താണ്? ആ കഥാപാത്രം നമുക്കൊരു റോൾ മോഡലാണോ, മാതൃകയാണോ എന്നൊക്കെ നമുക്കറിയാം. ജോസ് എന്നൊരു കഥാപാത്രത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ജോസ് ഒരു മാതൃകയല്ലടാ, പഠിച്ച് മിടുക്കനാകണം എന്നതിൻ്റെ മാതൃക. ഇപ്പോൾ ഒരു മാതൃക ചോദിക്കാം, അതായത് ഇൻസ്പിറേഷനിലാണോ എന്നൊരു ഒരു കാര്യം കൂടി നിങ്ങൾ കഥാപാത്ര നിരൂപണത്തിൽ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഥാപാത്ര നിരൂപണം ശ്രദ്ധിക്കുമ്പോൾ തലക്കെട്ട് വേണം. ഏതാണ്? ആ കഥാപാത്രത്തിൻ്റെ പേര് ആദ്യം എഴുതണം. പിന്നെ കഥയിലെ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം, ഒരു ആമുഖം വേണം, അല്ലേ? ആമുഖം വേണം. ഏതാണ്? ഒരു ആമുഖം. അതാണ് ആമുഖം വേണം. ആമുഖത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഏത് കഥയിൽ നിന്നാണ്, ആരാണ് ഈ കഥ എഴുതിയത്, ഈ കഥയിലെ കഥാപാത്രത്തിൻ്റെ വേഷം, സംസാരം, രീതി, സന്ദേശം, മാതൃക എന്നിവയൊക്കെ നമുക്ക് എഴുതാൻ പറ്റണം കേട്ടോ. അതായത് ആദ്യം നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ പേരെഴുതുക. പിന്നെന്താണ്? അതാണ് തലക്കെട്ടെന്ന് പറയുന്നത്. പിന്നെ കഥയിലെ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം, അത് കഥയിൽ കഥാപാത്രം എത്രത്തോളം പ്രാധാന്യം ഉൾക്കൊള്ളിക്കുന്നു. അതേപോലെ തന്നെ ആമുഖവും അത്യാവശ്യമാണ്. അതായത് കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ഒരു ആമുഖം വേണം. ഏത് കഥയിൽ നിന്ന്, ആരെഴുതി, അങ്ങനെയാണ് കഥാപാത്ര നിരൂപണം നമ്മൾ തയ്യാറാക്കുക. പിന്നെന്ത് വേണം മക്കളെ? കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സന്ദേശം. നേരത്തെ സാർ എഴുതി, അതേപോലെ തന്നെ നിങ്ങളും അവസാനം കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. എന്ത് സന്ദേശം? ഈ കഥാപാത്രം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ഇപ്പം ജോസ് എന്ന കഥാപാത്രമായാലും, അല്ലെങ്കിൽ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന കഥാപാത്രത്തിലെ നൂർ മുഹമ്മദ് ആയാലും, ഈ പെൺകുട്ടിയായാലും, നമുക്ക് ഈ കഥാപാത്രം തരുന്ന സന്ദേശം എന്താണ്? എന്തൊക്കെയായിരിക്കും സന്ദേശങ്ങൾ ഉണ്ടാവുക? നല്ല രീതിയിൽ ജീവിക്കാൻ സന്ദേശം തരും, പഠിച്ച് മിടുക്കനാകാൻ സന്ദേശം തരും, നല്ല സാമൂഹിക ജീവിതം നയിക്കുവാൻ സന്ദേശം തരും. ഇത്തരത്തിൽ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ തലക്കെട്ടിനും കഥയിലെ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യത്തിനും ആമുഖത്തിനും സന്ദേശത്തിനും വളരെയേറെ പ്രാധാന്യം കൊടുക്കണം. അതേപോലെ തന്നെ എന്താണ് മക്കളെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട അഞ്ചാമത്തെ ഒരു പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ
കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്താണ്, പാരാഗ്രാഫ് തയ്യാറാക്കിയിരിക്കണം. പാരാഗ്രാഫ് വേണം. ഏതാണ് പറയണേ? എന്താ പാരാഗ്രാഫിന് മലയാളത്തിൽ പറയാം മക്കളെ? ഗണ്ണിക ധരിച്ചിരിക്കണം. അതായത് ഗണ്ണിക തിരിച്ച് പാരാഗ്രാഫ് ആക്കിയിട്ട് വേണം നമ്മൾ തയ്യാറാക്കാൻ, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ. ഇത്തരത്തിലും കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ഈ കഥാപാത്ര നിരൂപണങ്ങൾ എന്തായിത്തീരും മക്കളെ? മനോഹരമായ രീതിയിൽ നമുക്കത് ആവിഷ്കരിക്കാനും അവതരിപ്പിക്കാനും സാധിക്കും. ഇത്തരത്തിൽ മക്കളെ ഏതൊക്കെയാണ് കഥാപാത്ര നിരൂപണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? തലക്കെട്ട് വേണം. പിന്നെന്താണ്? കഥയിലെ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കൃത്യമായി വ്യക്തമാക്കിയിരിക്കണം. അതിൽ ആമുഖം വേണം. ആമുഖം ഏത് കഥയിൽ നിന്ന് ആരെഴുതി, എഴുത്തുകാരൻ്റെ പേരും കഥയുടെ പേരും നമുക്ക് നിർബന്ധമായിട്ടും ആമുഖത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റണം. പിന്നെ സന്ദേശം ഉൾക്കൊള്ളണം. കഥാപാത്ര നിരൂപണത്തിൽ ഒരു സന്ദേശം ഉണ്ടാകും. ആ സന്ദേശം ആൾക്കാർക്കിടയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെയോ പാരാഗ്രാഫായി ഗണ്ണിക തിരിച്ച് നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കിയിരിക്കണം. ഇത്തരത്തിൽ ഈ ഒരു 5 കാര്യം എൻ്റെ മക്കൾ ശ്രദ്ധിച്ചാലേ കഥാപാത്ര നിരൂപണം മനോഹരമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ട മക്കളെ? ഏതൊക്കെ കഥാപാത്രങ്ങളായിരിക്കാം നമുക്ക് ചോദ്യങ്ങളായി പ്രതീക്ഷിക്കാൻ സാധിക്കുക? ഏതൊക്കെ കഥാപാത്രങ്ങൾ നമുക്ക് ചോദ്യങ്ങളായി പ്രതീക്ഷിക്കാൻ സാധിക്കും? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഏതാണ് നമുക്ക് നോക്കിയാലോ പെട്ടെന്ന്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ? ഒന്ന് എന്ന് പറയുന്നത് ജോസ് എന്നൊരു കഥാപാത്രമില്ലേ? ആനന്ദാശ്രുക്കളിലെ ജോസ് എന്നൊരു കഥാപാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥനായ ചെറുപ്പക്കാരൻ, ആ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി പഠിച്ചുയർന്ന മാർക്ക് നേടുന്ന കഥയിലെ കഥാപാത്രമായി ജോസ് മാറുന്നു. ആനന്ദാശ്രുക്കൾ, സന്തോഷത്തിൻ്റെ കണ്ണുനീരെന്നാണ് അർത്ഥം ആനന്ദാശ്രുക്കൾ എന്നതിൻ്റെ പേര്. അപ്പോൾ ജോസ് എന്നൊരു കഥാപാത്രം നിർബന്ധമായും എൻ്റെ കുഞ്ഞുമക്കൾ പഠിച്ചിരിക്കണം കേട്ടോ. ജോസിൻ്റെ സ്വഭാവ സവിശേഷതകളില്ലടാ. ആരോരും ഇല്ലാതിരുന്നു പഠിച്ചു മിടുക്കനായി നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും അവസാനം ആ പള്ളിയിലച്ഛൻ തന്നെ പഠിപ്പിക്കാമെന്ന് വാക്കേൽക്കുകയും അവസാനം പഠിച്ച് മിടുക്കനാകുകയും ചെയ്യുന്ന ജോസ് എന്നൊരു കഥാപാത്രം നമുക്കെല്ലാവർക്കും മാതൃകയുള്ള കഥാപാത്രമാണ്. അപ്പോൾ ജോസ് എന്നൊരു കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ തലക്കെട്ട് ജോസ് എന്ന് കൊടുക്കുക, ആമുഖത്തിൽ എഴുതുക, കഥാകാരൻ്റെയും കഥയുടെ പേര് എഴുതുക. പിന്നെന്താണ്? ഈ ജോസ് ഉൾക്കൊള്ളുന്ന ആ പ്രാധാന്യം, കഥയിലെ പ്രാധാന്യം, പഠനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എഴുതുക. പാരാഗ്രാഫായി തിരിച്ചിരിച്ച് എഴുതുക. അവസാനം ആ ജോസ് എന്നൊരു കഥാപാത്രം നമുക്ക് തരുന്ന സന്ദേശം എന്താണ് അതുകൂടി നിങ്ങൾ എഴുതിയാൽ ആ കഥാപാത്ര നിരൂപണം സെറ്റായി. ഇനി ഏതാണ് കഥാപാത്ര നിരൂപണം ചോദിക്കുക മക്കളെ? നൂർ മുഹമ്മദ് ചോദിക്കും. നൂർ മുഹമ്മദ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പെൺകുട്ടി, ആ നൂർ മുഹമ്മദും പെൺകുട്ടിയും കടന്നു വരുന്ന കഥാഭാഗം ഏതാ മക്കളെ? വെള്ളത്തിന് തെളിയാതിരിക്കാൻ തെളിയാതിരിക്കാനാവില്ല. ഓക്കെ, അപ്പോൾ അടുത്ത കഥാപാത്ര നിരൂപണം ചോദിക്കാൻ സാധ്യതയുണ്ട് നൂർ മുഹമ്മദും പെൺകുട്ടിയും. ഇപ്പം നൂർ മുഹമ്മദും പെൺകുട്ടിയും അടുത്തതായി ചോദിക്കാൻ സാധ്യതയുള്ള കഥാപാത്ര നിരൂപണമാണ്. അതും എൻ്റെ കുഞ്ഞുമക്കളെ പഠിച്ചിരിക്കണം കേട്ടോ. ഇപ്പം ജോസ്, നൂർ മുഹമ്മദ്, പെൺകുട്ടി എന്ന കഥാപാത്രത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് നമുക്ക് വ്യക്തമാക്കാം. അതേപോലെ തന്നെയാണ് നമ്മുടെ മണ്ണും മനുഷ്യനും എന്ന കഥയിലടാ. മണ്ണും മനുഷ്യൻ്റെ കഥയിലെ കഥാപാത്രങ്ങൾ ആരാണ്? കെ.യു. നായർ എന്ന കഥാപാത്ര നിരൂപണം ചോദിക്കാം. പിന്നെയോ എഴുത്തുകാരൻ, കെ.യു. നായരും എഴുത്തുകാരനും. ഇത് ഏത് കഥയിലെ കഥാപാത്രങ്ങളാ? മണ്ണും മനുഷ്യനും. ഇപ്പോൾ കെ.യു. നായർ, എഴുത്തുകാരൻ എന്നീ 2 കഥാപാത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കഥയിലെ. അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും സാറ് പറഞ്ഞ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? സാറ് പറഞ്ഞ കഥാപാത്രങ്ങൾ മക്കളെ? ജോസ്, ആനന്ദാശ്രുക്കളിലെ ജോസ് എന്നൊരു കഥാപാത്രം നമുക്ക് പഠിച്ചിരിക്കേണ്ട കഥാപാത്രമാണ്. പിന്നെന്താണ്? മണ്ണും മനുഷ്യനും എന്ന കഥയിലെ കെ.യു. നായരും എഴുത്തുകാരനും. ഈ 2 കഥാപാത്രങ്ങൾ, കെ.യു. നായർ സമ്പത്തിൻ്റെയും പണത്തിൻ്റെയും പിറകെ പോകുന്നു, പ്രകൃതിയെ നശിപ്പിക്കുന്നു അല്ലേ? ടി പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും എന്ന കഥയിലെ കഥാപാത്രങ്ങളാണ്. അതേപോലെ തന്നെ പ്രകൃതിക്കൊരു പ്രാധാന്യം കൊടുക്കാതെ പ്രകൃതിയെ നശിപ്പിക്കുന്ന കഥാപാത്രമായി ആര് മാറുന്നു മക്കളെ? നമ്മുടെ കെ.യു. നായർ എന്ന എഴുത്തുകാരനോ നമ്മുടെ പ്രകൃതിയോടിണങ്ങി പുസ്തകങ്ങളൊക്കെ വായിച്ച് പണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാതെ തന്നിലേക്ക് ഒതുങ്ങി ജീവിക്കുന്ന കഥാപാത്രമായി ആരും മാറുന്നു? നമ്മുടെ എഴുത്തുകാരനും മാറുന്നു. അപ്പോൾ മണ്ണും മനുഷ്യനും എന്ന കഥയിലെ കെ.യു. നായർ, എഴുത്തുകാരൻ, ഈ 2 കഥാപാത്രം പഠിച്ചിട്ട് പോകണം. പിന്നെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന കഥയിലെ നമ്മുടെ നൂർ മുഹമ്മദിനെയും പെൺകുട്ടിയെയും എൻ്റെ മക്കൾ പഠിച്ചിട്ട് പോകണം. ആനന്ദാശ്രുക്കളിലെ ജോസ് എന്നൊരു കഥാപാത്രം
കഥാപാത്ര നിരൂപണം വരാൻ സാധ്യതയുണ്ട്. അതും പഠിച്ചിട്ട് പോകണം. ഇപ്പം എങ്ങനെയൊക്കെ എഴുതണം? തലക്കെട്ട് കൊടുക്കണം, ആമുഖം കൊടുക്കണം, കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കണം, സന്ദേശമുണ്ടെങ്കിൽ ആ സന്ദേശം നല്ലതാണോ ചീത്തയാണോ അത് എഴുതുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുക. അവസാനം എന്താണ്? പാരാഗ്രാഫ് കൂടി തിരിച്ചെഴുതുക. എന്നൊരു ഉപസംഹാരവും കൊടുത്താൽ കഥാപാത്ര നിരൂപണം സെറ്റായി. ഓക്കെ, റെഡിയിലടാ. ഇപ്പോൾ കഥാപാത്ര നിരൂപണം നിങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ജോസും നൂർ മുഹമ്മദും പെൺകുട്ടിയും പിന്നെ ആരാണ് മക്കളെ നമ്മുടെ കെയു നായരും എഴുത്തുകാരനെയും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ കഥാപാത്ര നിരൂപണത്തിൻ്റെ വീഡിയോയും നിങ്ങൾക്കായി കിട്ടുന്നതാണ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാം വിന്നർ. ബൈ.